ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചെറുപ്പം നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ടൈം കിട്ടില്ല. പക്ഷെ നമുക്ക് ഈ റിങ്കിൾസ് അല്ലെങ്കിൽ ചുളിവൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിനെ ശ്രദ്ധിക്കാൻ തുടങ്ങാം, എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അത് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള പാക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊന്നും എടുത്തിട്ട് നിങ്ങൾ പൈസ ചിലവാക്കാതെ നമുക്ക് വീട്ടിൽ നിന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടും. നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മളൊരു സ്കിൻ ഭയങ്കര എനർജിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്കിന്ന് ഏജിങ് തോന്നാത്ത രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് പറയാം. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം സെലിബ്രിറ്റീസിനൊക്കെ കാണുമ്പോൾ ഒരുപാട് ഭയങ്കര ഗ്ലോ ആയിരിക്കും, അവർ എപ്പോഴും ഒരേപോലെ നിൽക്കുന്നത്. ഇതൊക്കെ വെച്ചാൽ അവരെ സ്കിൻ കെയർ നല്ല പ്രോപ്പറായിട്ട് ചെയ്ത് പോകുന്നതിനെ കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒക്കെ ചെയ്യുന്നതിനെ കൊണ്ട് അത് ചിലപ്പോൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയാത്തതിനെ കൊണ്ടായിരിക്കും നമ്മളത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ അവർക്കത് പറ്റും, അതുകൊണ്ട് തന്നെ അവർക്കത് ചെയ്യാം. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഭയങ്കര ഡൾ ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര റിങ്കിൾസ് വരുന്നുണ്ട്, ഒരു ചുളിവ് വരുന്നുണ്ട്, സൺടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു ഫേസ് പാക്ക് ആണ് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചിലവില്ല, നിങ്ങൾക്ക് കുറേ ടൈം എടുക്കേണ്ട, നമുക്ക് അടുക്കളയിൽ ജസ്റ്റ് കുക്കിംഗ് ടൈമിൽ തന്നെ ചെയ്യാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കിൻ കെയർ ചെയ്യണം, അല്ലെങ്കിൽ സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് നിൽക്കണം, ഭയങ്കര ഏജ് തോന്നരുത്. അതായത് നിങ്ങൾക്ക് എത്ര ഏജ് ആയിട്ടുണ്ടെങ്കിലും ഫേസിൽ ഏജ് തോന്നാൻ പാടില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഫേസ് കെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഒന്നും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ അതേപോലെ കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ ഒരുപാട് സ്കിൻ കെയർ റിലേറ്റഡും ഹെയർ കെയർ റിലേറ്റഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിപ്പോൾ ചില കാര്യമായിട്ട് നമുക്കത് അറിയണം, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മുന്നേ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു എന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇനി സ്കിൻ കെയർ റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അത് കണ്ടുനോക്കുക, നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല. അത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് ഇതിന് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എഗ്ഗാണ് വേണ്ടത്. നമ്മൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ ഈ എഗ്ഗ് വെച്ചിട്ടാണ് നമ്മൾ ഈ പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. അതുപോലെ തന്നെ നിങ്ങളൊരു എഗ്ഗ് ഇപ്പോൾ നമ്മൾ എന്ത് എക്സ്റ്റേണലി കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്റേണൽ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഡബിൾ ആയിട്ട് കിട്ടുക. അതായത് ഇപ്പോൾ നമ്മൾ എഗ്ഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരുവിധം ബോയ്സ് ഒക്കെ ഈ വർക്കൗട്ടിനൊക്കെ പോകുമ്പോൾ അവർക്ക് പ്രോട്ടീനിന് വേണ്ടിയിട്ട് ഇത് കഴിക്കും, എഗ് വൈറ്റ് കഴിക്കും, ചിലപ്പോൾ എഗ്ഗ് ഫുൾ ആയിട്ട് കഴിക്കും, അങ്ങനെ രീതിയിൽ കഴിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ലേഡീസ് ആകുമ്പോൾ അല്ലെങ്കിൽ ഇപ്പം അമ്മമാരൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ മക്കൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവർ കൊടുക്കുക, അവർ കൊടുക്കുക, നമ്മൾ അങ്ങനെ മാറ്റി ശരിക്കും അങ്ങനെ ചെയ്ത് എസ്പെഷ്യലി ലേഡീസ് എന്തായാലും കഴിക്കണം. നമുക്ക് ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും നമുക്ക് ഈ ചുളി വരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു എഗ്ഗ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞാൽ ഇന്റേണൽ ആയിട്ടും കഴിക്കാം, നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു പാക്ക് മസ്റ്റ് ആയി ചെയ്യാം. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഗ് വൈറ്റ് എടുക്കുക, ജസ്റ്റ് എഗ് വൈറ്റ് മാത്രം, യെല്ലോ എടുക്കേണ്ട. എഗ് വൈറ്റ് എടുത്ത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ മാക്സിമം 5-7 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കേണ്ട. കുറച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അത് ജസ്റ്റ് വാഷ് ചെയ്യുക. നിങ്ങൾക്ക് പിമ്പിൾസിന്റെ പ്രശ്നം അങ്ങനത്തെ ഒന്നും വരില്ല. ഇനി പിമ്പിൾസ് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ ടൈം ഒരിക്കലും വെക്കരുത്. നിങ്ങൾ എന്താ വെച്ചാൽ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ഒരു മാക്സിമം ഒരു 7 മിനിറ്റിലേക്ക് എത്തേണ്ട 5 മിനിറ്റിനുള്ളിൽ തന്നെ വാഷ് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് പാക്ക് മാറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പാക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം. നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ടൈം എന്തായാലും ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, അല്ല നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ ആ ഒരു ടൈം നിങ്ങൾക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇന്റേണൽ ആയിട്ട് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ എന്തായാലും ചെയ്യണം. എല്ലാവർക്കും ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ പലതും ചെയ്ത് വെക്കുന്നുണ്ടാവും. അതായത് നമ്മൾ ഫേസ് പാക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സലൂണിലൊക്കെ പോയിട്ട് പല കാര്യങ്ങളും ചെയ്യണം. അതിനൊന്നും അത്രയൊന്നും നിങ്ങൾ എഫേർട്ട് എടുക്കാതെ നമുക്ക് അത്രയും എക്സ്പെൻസ് ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് എത്ര കണ്ട് എനിക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഒരു എഗ്ഗാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ എഗ്ഗ് എടുത്തിട്ട് നമുക്ക് എഗ് വൈറ്റ് മാത്രം മതി. അതിലേക്ക് നമുക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്സ് ഇല്ലേ, ഓട്സ് ആണ് വേണ്ടത്. ഇത് ഞാൻ ഓട്സ് കുറച്ച് പൗഡർ പോലെ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താണ്. അത് ഇങ്ങനെ വരും കേട്ടോ, ഇങ്ങനെ എടുത്താണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എടുക്കാൻ നോക്കുക എന്ന് വെച്ചാൽ നമുക്കതൊരു പാക്ക് ആക്കിയിട്ട് നമ്മളെ ഫേസിൽ അപ്ലൈ ചെയ്ത് വെക്കണം. മറ്റേത് നമുക്കൊരു ചെറിയ ചെറിയ ഒരു ഫ്ലേക്സ് പോലത്തെ ആണെങ്കിൽ നമ്മുടെ ഫേസിൽ അത്ര നേരം നിൽക്കില്ല, ചിലപ്പോൾ അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൗഡർ പോലെ ആക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അല്ലാതെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യട്ടോ, ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ആകെ എഗ് വൈറ്റ് മാത്രമുള്ള ഓട്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വെച്ചാൽ ജസ്റ്റ് എഗ് വൈറ്റ് മാത്രം അപ്ലൈ ചെയ്തിട്ടേക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ എന്തായാലും 2 സ്പൂൺ എടുത്തിട്ട് ഇത് മൊത്തം ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് വേണം. ഞാൻ ഫേസ് വാഷ് ചെയ്ത് ആകെ ഒന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒട്ടും ഇട്ടിട്ടുള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാത്ത വെച്ചാൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആവാൻ തുടങ്ങും, ഒരു വലിച്ച് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഒരു ടൈം ആകുമ്പോഴേക്ക് നിങ്ങളുടെ ഒരു 7 മിനിറ്റ് കണക്കാക്കുക. ആ 7 മിനിറ്റ് മാക്സിമം 7 മിനിറ്റ് വരെ അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി.
നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തായാലും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് തരണം കേട്ടോ. ഈ രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതാ നിങ്ങൾക്ക് കൈയിൻ്റെ ഇവിടെയൊക്കെ ഭയങ്കര ചുളിവൊക്കെ വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കയ്യിലേക്കും ആക്കിക്കോളാം. ഇത് നിങ്ങൾക്ക് നെക്കിലൊക്കെ അപ്ലൈ ചെയ്യട്ടോ, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഒരു 7 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അതിൻ്റെതായുള്ള മാറ്റം അടിപൊളിയായിട്ട് കാണാം. പിന്നെ നിങ്ങൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു എഗ്ഗ് ഡെയിലി കഴിക്കാൻ പറ്റുമോ നോക്കുക, മാക്സിമം ട്രൈ ചെയ്യുക കേട്ടോ. ഏറ്റവും നല്ല കാര്യമാണ്. നമ്മൾ ലേഡീസിന് അടിപൊളിയായിട്ട് നല്ല സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ചുളിവ് മാറാൻ വേണ്ടിയിട്ട്, സൺ ടാൻ ഒക്കെ ഒഴിവാൻ വേണ്ടിയിട്ട്, പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് പാക്ക് വരിക. മാക്സിമം ഒരു 7 മിനിറ്റ് എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ഇത് നിങ്ങൾ ആഴ്ചയിൽ എന്തായാലും ഒരു 2 ദിവസം നിങ്ങൾ ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ സൺഡേ നോക്കിയിട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇത് നോക്കിയിട്ട് കേട്ടോ ചേട്ടാ, നിങ്ങൾക്ക് അറിയാം അത് കയ്യിൽ നിൽക്കില്ല, ഒരു കട്ടില്ല ബ്രഷും കൂടെ നമ്മൾ നല്ല വേണം. അപ്പോൾ ഞാൻ കേട്ടോ ഒന്ന് പിടിച്ചിട്ട് രണ്ടാമത്തെ ലെയർ പോലെ അത്യാവശ്യം കിട്ടും. അങ്ങനെ നോട്ട് നെക്സ്റ്റ് അടിച്ചെടുക്കാം. വാഷ് ചെയ്തോളെ. അപ്പോൾ നമ്മളിപ്പം ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞ് ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞ് നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ 2 പ്രാവശ്യം എങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ആ ഒരു ഭയങ്കര ഏജിങ് തോന്നുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ഏജ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസിൽ ഏജിങ് തോന്നും. അത് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി ഗ്ലോ ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട്, സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പാക്ക്. നിങ്ങൾ എഗ് വൈറ്റ് ആയിട്ട് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ അങ്ങനെ ചെയ്യുക. ഇതേപോലെ തന്നെ 5-7 മിനിറ്റ്. ഇനി പിമ്പിൾസ് ഇടാണെങ്കിൽ കൂടുതൽ ടൈം വെക്കരുത്. മാക്സിമം 7 മിനിറ്റ് തന്നെ വാഷ് ചെയ്ത് കളയാം. കുറച്ച് അങ്ങോട്ട് നീണ്ടു പോയിട്ടൊന്നും കുഴപ്പമില്ല. പക്ഷേ മാക്സിമം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ വെച്ചാൽ മതി ഫേസിൽ, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നേരത്തെ കണ്ടതിനെക്കാട്ടും ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നുന്നു. എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര കണ്ട് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത് നല്ല ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്തൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ചേഞ്ച് നല്ല രീതിയിലുണ്ടാവും. പിന്നെ ഒരു എഗ് ഡെയിലി കഴിക്കാൻ നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി വരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.